SFIയുടെ ഒരു മന്ത്രി ഉണ്ടാവുമോ? ആരായിരിക്കും SFIയുടെ മന്ത്രി? പിണറായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം. അതിനുവേണ്ടി അവർക്ക് ഈ പ്രാവശ്യത്തെ പറഞ്ഞാൽ അവർക്ക് കിട്ടാൻ പാടില്ല. അത് ഏത് പാർട്ടിയാ ചേട്ടൻ? ഇടതുപക്ഷക്കാരനായിട്ടാണോ ഓടിപ്പോകുന്നത്? ഹലോ ഗൈസ്, റോൾ ക്യാമറ ഇലക്ഷൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ്. ഈ എറണാകുളം ജില്ലയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഇടത് തരംഗം ആഞ്ഞു വീശുമ്പോഴും ഇളകാത്ത UDFന്റെ കോട്ട കൊത്തളമാണ് എറണാകുളം, അല്ലേ? 2016-21 ഇടത് തരംഗം ആഞ്ഞു വീശിയപ്പോഴും UDFന്റെ കോട്ട കാത്തു എന്ന് മാത്രമല്ല 2021 14-ൽ 9 സീറ്റും UDFന് നൽകിയ ജില്ല. അതിൽ LDFന് 5 മണ്ഡലങ്ങൾ ലഭിച്ചപ്പോൾ ബാക്കി 9 മണ്ഡലങ്ങൾ UDFനൊപ്പം നിന്നു. അതിൽ 8ഉം കോൺഗ്രസിനൊപ്പം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇക്കുറി എറണാകുളത്തെ കാറ്റ് എങ്ങോട്ടാണ്? ജനങ്ങൾ പറയും. പറയട്ടെ, കം ഓൺ. നാടിനു വേണ്ടി ജീവൻ നൽകാൻ ഉണവരേ നായകരേ പട നായകരേ. കവിതാ ശകലം ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു? UDFന് വേണ്ടി. KJ മാക്സി 10 കൊല്ലത്തില് കൊച്ചി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഭരണമാറ്റം വേണം. മഞ്ഞപ്പിത്തം പിടിച്ച വെള്ളമാണ് ഞാൻ ഉൾപ്പെടെ മിനറൽ വാട്ടർ മേടിച്ച് കഞ്ഞി വെച്ചിരുന്നു. ഞാൻ 4 അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. എന്നിട്ട് 11 കോടി രൂപ രോഗികൾക്ക് കൊടുത്തുന്ന പറഞ്ഞ പൈസ കിട്ടിയിട്ടില്ല. കൊതുകിനെ വളർത്തുന്ന കൊച്ചിയായി പോയി. LDF തന്നെ. SFIക്കാരനാണോ? SFIയുടെ ഒരു മന്ത്രി ഉണ്ടാവുമോ? ആരായിരിക്കും SFIയുടെ മന്ത്രി? പിണറായി SFIയുടെ മന്ത്രി. അപ്പൊ KSU ഇപ്പൊ മത്സരം നടക്കുന്ന ആരൊക്കെ തമ്മിലാ കേരളത്തിൽ? 2 മുന്നണികളുടെ പേര് പറഞ്ഞേ. SFIയും KSUയും അപ്പൊ ABVPക്ക് എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ? SFIക്കാരനാണെന്നാണോ പറഞ്ഞേ? SFIയിലെ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. നന്നായി. LDFനെ കിട്ടുള്ളൂ. ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനം എല്ലാം ഉണ്ട്. അതെല്ലാം തികഞ്ഞതാണ്. യാതൊരു തർക്കവുമില്ല. ഇവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോകും. പ്രതിപക്ഷം ഇത്രയധികം ഈ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? രാഷ്ട്രീയം അല്ലാണ്ട് അവർക്ക് 10 കൊല്ലം വെറുതെ ഇരിക്കല്ലേ, വേണ്ടേ? 3 മുഖ്യമന്ത്രിമാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് KC വേണുഗോപാൽ, ഒന്ന് VD സതീശൻ, ഒന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഇത് ആരും തമ്മി ഭാര്യ അടക്കും. ഒരാളും ജയിക്കാൻ വരും. ഇവർ രണ്ടുപേരും കൈകോർത്ത് പോകുന്ന കാണുമ്പോൾ എനിക്കൊരു പാട്ട് മനസ്സിൽ വരുന്നു. കല്യാണ രാമൻ സിനിമയിലെ പാട്ടുണ്ടല്ലോ, രാജകുമാരനും ഗോപകുമാരിയും ഒന്നായി. 10 വർഷം ഇപ്പൊ അവര് LDF സർക്കാർ ഭരിച്ച്, ഇനി ഒരു 5 വർഷം UDF സർക്കാർ ഭരിക്കുമ്പോ നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാം. ആ ഭരണമാണ് ഈ ഭരണമാണ് നല്ലതെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം. അതിനുവേണ്ടി അവർക്ക് ഈ പ്രാവശ്യത്തെ പറഞ്ഞാൽ അവർക്ക് കിട്ടാൻ പാടില്ല. കോൺഗ്രസ് ഇവിടെ ഭരണത്തിൽ വരണമെന്നുള്ള ആഗ്രഹിക്കുന്നവരും കോൺഗ്രസ് ഭരിക്കുകയും ചെയ്യൂല. നാട് നന്നാക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയാ ചേട്ടൻ? ഇടതുപക്ഷക്കാരനായിട്ടാണോ ഓടിപ്പോകുന്നത്? ഒരു ഗുണമില്ലാത്ത കുറെ ഇടതുപക്ഷക്കാരൊക്കെയാണ്. UDFനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസ്. ഉറപ്പല്ലേ 3ാം ടൈം. ഈ വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അതൊന്നും കൂട്ടുകെട്ടൊന്നുമല്ല. അത് ഒരു കാർന്നോര് സ്റ്റേജിലേക്ക് ദൂരമുണ്ട്. അപ്പൊ ആ പ്രായം 55-56 വയസ്സുള്ള ആളൊക്കെ നടന്നപ്പോ അവിടെ കൊണ്ട് ഇറക്കാൻ വേണ്ടി അയാളെ കാറാൻ കണ്ടു വിടൂല. വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതകളൊക്കെ അതിനെതിരാണ്. വെള്ളാപ്പള്ളി ഇവിടെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരാളൊന്നും അല്ല. അയാള് വാർത്താൻ അടിക്കണ കുറെ അടിച്ചു കൂട്ടും. ഇങ്ങനെ അതിനാവശ്യമില്ലാത്തൊരു പിന്തുണ ആരും കൊടുക്കേണ്ട കാര്യമില്ല. ആരും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അറിയേണ്ടത് ഒറ്റ കാര്യം, കൊച്ചിയിലെ കാറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ? ആരുടെ ചൂണ്ടയിൽ കൊച്ചു കൊത്തും? യെസ്, ജനഹിതം അറിയാൻ കാത്തിരിക്കാം. അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നു. റോൾ ക്യാമറ ഇലക്ഷൻ.